ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പച്ചരി കുതിർക്കുകയോ അരക്കുകയോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഈസ്റ്റ്, ഈനോ, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെയാ ചുട്ടെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും ഒന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പി മുമ്പും ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ 1 കിലോ ഉള്ള ഒരു പാക്കറ്റാണ് കേട്ടോ. ഡബിൾ ഹോഴ്സിന്റെ പാലപ്പത്തിന്റെ മിക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഒരു പൊടിയാണ് കേട്ടോ. അപ്പം ഇതന്നെ ചേർക്കാനായിട്ട് നോക്കുക. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ കൂടുതൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ ചേർക്കാനായിട്ട് നോക്കുക. ഇനി വേണ്ടത് 1/4 കപ്പ് അളവിൽ ചോറാണ്. ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് കുത്തരിയുടെ ചോറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ ഇതാ നമ്മുടെ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവാത് കൊണ്ട് തന്നെ 1.5 കപ്പോളം പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങയുടെ വെള്ളമാണ്. തലേന്ന് എടുത്തു വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. നല്ല പൊളിച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതുകൂടി 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ പച്ചവെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ ചോറ് അതുപോലെ തന്നെ ഇതൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മഷി പോലെ വേണം നമുക്ക് ഇത് അരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു അരച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി എടുത്തതിന് ശേഷം ആ ഒരു വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവോളം വെള്ളം ഞാൻ ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം നല്ല പോലെ നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വരും. ഇപ്പോൾ ഒരു തവി വെച്ചിട്ടായാലും മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. എങ്കിലും നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഒരു 2-3 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇതാ ഒരു 3 മണിക്കൂർ സമയമായിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈസ്റ്റോ ഈനോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ആ ഒരു പുളിച്ച തേങ്ങാവെള്ളവും തേങ്ങയും മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം കണ്ടില്ലേ നല്ല പോലെ തന്നെ ഇതൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് വീണ്ടും വീണ്ടും പതഞ്ഞ് പൊങ്ങി വന്നുകൊണ്ടുണ്ട്. സോപ്പ് പത പോലെ തന്നെ ഉണ്ട്. കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു മാവ് കണ്ടില്ലേ ഈ ഒരു രീതിയിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് മാവ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു തവി വെച്ചിട്ട് ഞാൻ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഒന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1/4 കപ്പ് അളവിൽ പൊടിയെടുത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ബാറ്റർ നമുക്ക് അത്യാവശ്യം ഒരു 10-25ഓളം അപ്പം ചുട്ടെടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തുന്ന സമയത്ത് നിങ്ങളൊന്ന് ഉപ്പ് നോക്കുക. കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഉപ്പ് ഈ ഒരു മാവിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഇതാ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ഒന്ന് ചൂടാവുന്ന ടൈമിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമ്മുടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് ചുറ്റിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല പോലെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിലും നല്ല ആ ഒരു ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പൊങ്ങി വരുന്ന അപ്പം പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെയാണ്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ബബിൾസ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് സമയമെങ്കിൽ നമുക്കൊന്ന് വെക്കാം. അതിനോടകം തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വരും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പവും ചുട്ടെടുക്കുക. അരിയുടെയും ഒന്നും ആവശ്യമില്ല. കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അപ്പം തന്നെയാണ്. അപ്പം ഞാനിതാ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് സമയമാകുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ നമ്മുടെ സൈഡൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല
സൂപ്പർ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം തന്നെ നമുക്കിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവൻ പാലപ്പം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ നല്ല അരിക്ക് മൊരിഞ്ഞ പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, ഒരിക്കലും ഇത് ഫ്ലോപ്പായി പോവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ മുഴുവൻ അപ്പം ഞാനിതാ ഇവിടെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇല വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഞാനിതാ അപ്പം മുഴുവനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ടും നമുക്ക് കഴിക്കാനായിട്ട് കഴിയും കേട്ടോ. ഇതിന് നമുക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ കഴിയും. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറുമ കറിയാണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഇതുപോലുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ 3-4 ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാതെ അതും മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു അപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്, നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോവില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കണ്ടില്ല, അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഞാൻ കാറ്ററിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്പത്തിൻ്റെ വീഡിയോ വെച്ചിട്ട്. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ കുറുമക്കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറുമക്കറിയാണ്, അതും ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് നല്ല ചൂട് കുറുമക്കറിയും അപ്പവും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.